ഷൈനിക്ക് നീതി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രഹസനം നടത്തിയിട്ടുണ്ട് പോലീസ് സംവിധാനങ്ങളിൽ നിന്ന്. ഓൾറെഡി ഷൈനി കൊടുത്ത ഗാർഹിക പീഡന കേസ് നടക്കുകയാണ്, കോടതിയിൽ കിടക്കുകയാണ്. ഇതുവരെ ഒരു വിധി ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. വക്കീലായിട്ട് തന്നെയാണ് ഈ പറയുന്ന പാതിരിയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പുള്ളിയും കൂടെ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇതിങ്ങനെ കേസ് നീട്ടി കൊണ്ടുപോകുന്ന കാരണം കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കിട്ടത്തില്ല. 2 പെൺമക്കൾക്ക് എന്തെങ്കിലും ചെലവിന് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്താൽ അവർ കാത്തിരിക്കുന്നു എന്നതിനപ്പുറം നീണ്ടു പോകുന്നു എന്നതിനപ്പുറം ഇതിന് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും നിയമസഹായവും ഒന്നും കിട്ടാതെ, അതായത് കേസ് നടത്തിക്കൊണ്ടു പോകാനുള്ള പണം പോലും കിട്ടാതെ വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഷൈനി വേറെ നിവൃത്തിയില്ലാതെ ഒരുപാട് രീതിയിൽ ഒരുപാടിടങ്ങളിൽ മുട്ടി ഒരുപാട് പേരോട് സംസാരിച്ചിട്ടൊരു ജോലി കിട്ടാതെ വല്ലാണ്ട് പരാജിതയായി അവസാനം എടുത്തൊരു തീരുമാനമാണ് ആത്മഹത്യ. അതൊരു കൊലപാതകമാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ കൊലയാളിയായിട്ട് ഈ കാലിനെ പിടിച്ചോണ്ട് അകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. എന്തിന്? അയാള് അന്ന് പിടിച്ചിരിക്കണമായിരുന്നു. എപ്പോ ഈ മരണം സംഭവിച്ച വെരി നെക്സ്റ്റ് മൊമെന്റ് അവനെ പിടിച്ച് ജയിലിലിടുന്നതിന് പകരം അവനെ കൊണ്ട് ആ മൃതശരീരങ്ങളെ അപമാനിക്കാൻ വിട്ടുകൊടുത്തു പോലീസ്. നിർബാധവൻ അത് ചെയ്തു. അവൻ പോയി വാശിക്ക് ആ നാട്ടിലുള്ള മനുഷ്യരെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടവകക്കാരെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ട് പൊതുദർശനത്തിനായി ഈ ശവശരീരങ്ങളും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവിടെയുള്ള ചുങ്കത്തുള്ളവർ ആൺകുട്ടികളായിരുന്നു, അവർക്ക് വ്യക്തിത്വം ഉണ്ടായിരുന്നു. അവിടെ ആണും പെണ്ണും തുല്യമായി നിന്നു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ മൃതശരീരം അവൻ്റെ വീട്ടിൽ പോയി കാണില്ല എന്ന് വാശി പിടിച്ച് നിന്നതുകൊണ്ട് അവൻ്റെ ആ ഒരു ശ്രമം പരാജയപ്പെട്ടു. പക്ഷേ നിയമം അവന് കൂട്ടുനിന്നു. അവൻ ആ മകനെ കൊണ്ട് ഒരു പ്രാവശ്യം ഈ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ മകനെ ഉപദ്രവിക്കുന്നു, തല്ലുന്നു എന്നായിരുന്നു കേസ്, ആദ്യത്തെ കേസ്. രണ്ടാമത് കേസ് കൊടുത്തത് ശവശരീരങ്ങൾ വിട്ടുകിട്ടണം, എൻ്റെ അമ്മയെയും സഹോദരിമാരെയും എൻ്റെ പള്ളി ഇടവകയിൽ തന്നെ എനിക്ക് അടക്കം ചെയ്യണമെന്നായിരുന്നു പയ്യൻ കൊടുത്ത കേസ്. ആ കേസ് കൊടുത്തിട്ട് ഈ മൃതശരീരങ്ങൾ എടുക്കാൻ പോകുമ്പോൾ തനിച്ചിറങ്ങാനുള്ള ധൈര്യം അവനില്ല. അവൻ മോനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ചെല്ലുന്നു. ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ ഇവനിലുള്ള വൃത്തികെട്ടവനെ നമുക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം നികൃഷ്ട വ്യക്തിയെക്കല്ലാതെ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും കൊന്നു, ഇനി അവരുടെ ഇടവകയിൽ അടക്കിക്കോട്ടെ എന്ന് കരുതുകയല്ലേ വേണ്ടത്. ആ ശവശരീരത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ അതിനെ തള്ളിപ്പിടിച്ച് അവൻ്റെ ഇടവകയിൽ കൊണ്ടുപോയി അടക്കാൻ അവൻ കാണിച്ചൊരു ഉത്സാഹം ഉണ്ടല്ലോ. അപ്പോഴും പോലീസ് ഇവന് കൂട്ടുനിന്നു. ഇപ്പൊ എന്തിനാണ് ഈ പ്രഹസനം? പാതിരിയെ രക്ഷിക്കാനോ? പാതിരിക്കെതിരെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആസ്ട്രേലിയയിൽ നിന്ന് അവനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനും അവനെ ഇനി ഒരിടത്ത് കുർബാന കൊള്ളാൻ അനുവദിക്കരുത്, കുർബാന നടത്തണ്ടവന്നി എന്ന് ഇടവകക്കാർ തന്നെ അവർ തന്നെ തീരുമാനിക്കുന്നു, മത്സരിച്ച് പറയുന്നു. ഇപ്പോഴും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ ഇടവകകളിലൊക്കെ തന്നെ, ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല, എല്ലാ ഇടങ്ങളിലും ഇതുപോലെ അച്ഛന്മാരുടെ കട്ടുപാടിൽ അവരുടെ നിയന്ത്രണത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കൂ, ഇത് ദൈവകുറ്റമൊന്നുമല്ല. നിങ്ങൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നൊക്കെ വായിക്കുന്നവരല്ലേ. നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ ആവശ്യപ്പെട്ട് കിട്ടേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. പാതിരിമാരൊക്കെ തന്നെ അവരുടെ കീശ നിറയ്ക്കാനും അവരുടെ പോഷ്ക്ക് കാണിക്കാനും അവർക്ക് അങ്ങനെ ആഡംബര ജീവിതം നയിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇത്തരം പോക്കൃത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. അതിനപ്പുറം ഇടവകയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരമ്മയും 2 കുഞ്ഞുങ്ങളും ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കണ്ടേ? പാതിരി ഇടപെടണം. ഇനിയിപ്പോൾ കുടുംബത്തിലുള്ള പാതിരി അല്ലാന്ന് തന്നെ വെക്ക്, പുറത്തുള്ള ഒരാളാണെന്ന് തന്നെ വെക്ക്, കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇടപെടണ്ടേ? നിനക്ക് വേണ്ട എങ്കിൽ വേണ്ട, അവൾ സ്വസ്ഥമായി ജീവിച്ചോട്ടെ, ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പ്രശ്നപരിഹാരത്തിന് നിൽക്കണമോ? ഇത് കോടതി മുറികളിൽ തീർക്കാനായിട്ട് വിട്ടുകൊടുക്കുക മാത്രമല്ല, ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി അങ്ങേയറ്റം ഇറങ്ങി ചെയ്തിരിക്കുന്നു. അവൾ ജോലി കിട്ടിയെടുത്തുനിന്നൊക്കെ അവളെ ജോലി തെറിപ്പിച്ചിരിക്കുന്നു. അവളെ ഇത്രയധികം മാനസിക പീഡനത്തിന് ഇട്ടുകൊടുക്കുക മാത്രമല്ല, നീ ഇനി ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന വാണിംഗും കൊടുത്തിട്ടാണ് ഇവ ആസ്ട്രേലിയക്ക് വെച്ചുപിടിച്ചത്. അറസ്റ്റ് ചെയ്യേണ്ടത് അവളുടെ ഭർത്താവിനെയല്ല, ഈ പാതിരിയെയാണ്. ഈ കാമത്തവളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അയാള് മുത്തുച്ചിപ്പി വായിക്കാനായിട്ട് സൗകര്യപൂർവ്വം തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് ഈ ഈ വെള്ള നൈറ്റി ഇട്ടുകൊണ്ട് ഇയാള് ചെയ്തത് സഭയ്ക്കെതിരെയുള്ള കാര്യങ്ങളല്ലേ. സഭ മുന്നോട്ട് വെച്ചിരുന്ന എന്താണ്? ഇതേപോലെയുള്ള ജനപ്രതിനിധികളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുത്തനെ പിടിച്ചില്ലേ, അവൻ പൂഞ്ഞാറിലവൻ. അവൻ എന്താ ചെയ്തത്? ഫ്രാങ്കോ എന്ന് പറയുന്ന ബലാത്സംഖ്യയെ വീട്ടിനകത്ത് കയറ്റി സൽക്കരിക്കുകയാണ്. ബലാത്സംഖ്യയാണ്. പക്ഷെ നിയമത്തിന് അവനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് 2 പേര് ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയ ഒരു സംഗതിയെ എങ്ങനെയാണ് ബലാത്സംഗം എന്ന് പറയാൻ പറ്റുക? അപ്പൊ പറ്റത്തില്ല. പക്ഷെ സഭാക്കാർക്ക് അത് അറിയാമല്ലോ, ഇടവകയിലുള്ളവർക്ക് അത് മനസ്സിലാവൂലല്ലോ. ഒരു ബിഷപ്പ് ചെയ്യുന്ന ചെയ്താണോ ചെയ്തത്? 13 പ്രാവശ്യം ചെയ്തപ്പോൾ നീ ഉറങ്ങിപ്പോയാടി എന്ന് ചോദിച്ചതാണ് ഈ പുന്നാറിലെ നാറി. ഓർത്തു നോക്കൂ, അതാണോ കാര്യം? ഒരു സ്ത്രീക്ക് താല്പര്യമില്ല, മിണ്ടിയാൽ സഭയ്ക്കെതിരെയാകും. ഈ ഒന്നിലുമല്ലാത്ത കന്യാസ്ത്രീ ഒന്നുമല്ലാത്ത ഷൈനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കന്യാസ്ത്രീകൾക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ.
ഇതുകൊണ്ടല്ലേ കന്യാസ്ത്രീ പട്ടം പോലും കളഞ്ഞിട്ട് ആളുകൾ ഇറങ്ങുന്നത്. സേവന മനോഭാവത്തിൽ ആ ഒരു പുതപ്പെടുത്തിടുന്നതാണ്. ആ ഒരു വസ്ത്രം ഉപയോഗിക്കുന്ന സേവന മനോഭാവമാണ്. വിവാഹവും വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള അത്യാവശ്യമുള്ള റെസ്പോൺസിബിലിറ്റിയിലേക്കും പോയി ജീവിതം മറ്റൊരു ലെവലിൽ പോകുന്നതിന് പകരം ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വസ്ത്രം എടുത്ത് ധരിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അവരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള, അവരെയൊക്കെ കളിയാക്കുന്ന രീതിയിലല്ലേ ബിഷപ്പായിട്ടിരുന്നു കൊണ്ട് ഒരുത്തം കാണിച്ച ഒരു പോക്രിത്തരം. അതിനെ അനുകൂലിക്കുകയും അവനെ കേസിൽ നിന്ന് വിക്താനാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ, അതും ഇടവകയിലുള്ള ആൾക്കാരുടെ പൈസ എടുത്ത് തന്നെ ചെലവാക്കുകയും ചെയ്ത വൃത്തികെട്ട ഒരു സഭാ നേതൃത്വമല്ലേ ഇവർക്കുള്ളത്. എത്ര പെൺകുട്ടികളായി, എത്ര പേരായി. ഒരു പെൺകുട്ടിയെ കൊന്ന് സഭയുടെ കിണറ്റിലിട്ടിരിക്കുന്നു. അവസാനം അത് പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുമ്പം അവളുടെ ജനനേന്ദ്രിയങ്ങളൊന്നും തന്നെ ഇല്ല, അടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത് വാട്ടർ വെച്ചിട്ട് അടിച്ച് തെറിപ്പിച്ച് അവിടെ നിന്ന് ഇനി ഇല്ലേ എന്ന് വെച്ചാൽ അതെടുത്ത് തെളിവിന് കൊണ്ടുപോയാൽ ആ പള്ളിയിലെ പാതിരി പെടും. ഇനിയും നിങ്ങൾക്കൊന്നും ചെവി തുറക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും ഇവന്മാരുടെ ഈ പോഷകത്തരത്തിന് പോയി നിന്നു കൊടുക്കരുത്. പാണ്ഡിത്യമല്ല, അവർ മറ്റൊന്നും പഠിക്കുന്നില്ല, ഇത് മാത്രം പഠിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അതിനകത്ത് പാണ്ഡിത്യമുണ്ട്. അത് പറയുന്നു എന്നതിനപ്പുറം നിങ്ങളെക്കാൾ വ്യത്യസ്തനല്ല അവൻ. ദൈവത്തിന് മുമ്പിൽ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെയല്ലേ. പാതിരിക്ക് എന്താ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? 2-3 കൊമ്പ് എക്സ്ട്രാ ഉണ്ടോ? അതോ ഞാന്ന് കിടക്കുന്നതിന് വല്ല വില കൂടുതലും ഉണ്ടോ? എന്താണ്? ഇഷ്ടം മാതിരി തിന്നാൻ കൊടുക്കും. ഉള്ള പൈസ കഷ്ടപ്പെട്ടും മരം കയറിയും കിളച്ചും ഉണ്ടാക്കുന്ന പണത്തിന്റെ 10% കൊണ്ടുവന്ന് അണ്ണാക്കിൽ കൊടുക്കും. അത് വെച്ച് ആർഭാട ദൂർത്ത് ജീവിതം ജീവിക്കുന്ന ഇവറ്റകൾ വെള്ള നൈറ്റി ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങും ഇടവകയിലെ കുഞ്ഞാടുകളെ മര്യാദ പഠിപ്പിക്കാനായിട്ട്. നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങൾ അപ്പം കഴിക്കുന്നു. നിങ്ങൾക്ക് പ്രേയറിന് വേണ്ടി ഒരു സപ്പോർട്ടീവായി അവിടെ നിന്ന് കാർമ്മികത്വം വഹിക്കുന്നു എന്നതിനപ്പുറം ഇവനിക്കൊക്കെ പട്ടി വിലയെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. ഇവനൊന്നും ദൈവത്തിന്റെ പ്രതിപുരുഷനല്ല. ദൈവത്തിന്റെ പ്രതിപുരുഷൻ ചെയ്ത ചെയ്താണോ ഇവൻ ഷൈനിയെ പോലുള്ള ഒരു കുട്ടിയോട് ചെയ്തിട്ടുള്ളത്? എന്തായാലും ഈ പ്രഹസന നാടകം എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു അറസ്റ്റ് നാടകമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അറസ്റ്റ് ചെയ്യേണ്ടത് ഇയാളെയല്ല. ഇയാൾക്കെതിരെ ഓൾറെഡി കേസുണ്ട്. ഇയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് ഇയാളെയും ഇയാളുടെ അമ്മയ്ക്കെതിരെ കേസുണ്ട്. അമ്മയെയും സേവ് ചെയ്തു, പാതിരിയെയും സേവ് ചെയ്തു. അയാളും ഇവളുടെ അമ്മയുമാണ് ഇയാളെക്കാൾ കൂടുതൽ ആ കുട്ടിയെ ദ്രോഹിച്ചിട്ടുള്ളത്. കാരണം മറ്റേയാൾ 3 മാസത്തിൽ ഒരിക്കലാണ് നാട്ടിൽ വരുന്നത്, വിസിറ്റിന് ലീവിന് വരുന്നതാ. മറ്റവരങ്ങനെയല്ല, സ്ഥിരമായി വരിക, കുത്തുക, തോന്നിവാസം പറയുക. പിഞ്ചു പൈതലുകളെയും കൊണ്ട് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പോയെങ്കിൽ ഈ മുത്തിച്ചിപ്പി അച്ഛനെ പേടിച്ചിട്ടല്ല നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും. അവൾ പൊതിഞ്ഞു കൊണ്ട് നടന്ന 2 പെൺമക്കളെ വിട്ടിട്ട് പോകാൻ മനസ്സില്ലാതെ അതുങ്ങളെയും കൊണ്ടുപോയി കൊന്നുകളഞ്ഞു ആ സ്ത്രീ. വേറെ നിവൃത്തിയില്ല. ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥ അതിനകത്തുണ്ട്. ഇപ്പൊ ഇരുന്നു കൊണ്ട് അവരങ്ങനെയായിരുന്നു, അവിടെ ഇങ്ങനെയായിരുന്നു, അവിടെ അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഇടവക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ലല്ലോ. ഇനിയും സമയമുണ്ട്. കൂട്ടായ്മകളിൽ ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ മുന്നിട്ട് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കൂ, സപ്പോർട്ട് ചെയ്യൂ, വിട്ടുകൊടുക്കാതിരിക്കൂ. BSc നഴ്സിംഗുകാരിയെ വീട്ടുവേലക്കാരിയാക്കിയേക്കുന്നു. ഇവനൊരു വീട്ടുവേലക്കാരിയാണ് ആവശ്യമെങ്കിൽ BSc നഴ്സിംഗുകാരി എന്തിനാ എടുക്കുന്നത്? വീട്ടുവേല ചെയ്യാൻ ഉള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയാൽ പോരായിരുന്നു? അവനൊരു ഭാര്യയല്ലായിരുന്നു ആവശ്യം, വീട്ടുവേലക്കാരിയായിരുന്നു. ആ പെൺകുട്ടിയെ കൊണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുപ്പിക്കുന്നു, ആ പണം തിരിച്ചടയ്ക്കാൻ നിഷേധിക്കുന്നു, ആ 3 ലക്ഷം രൂപയ്ക്ക് അവർ കേസ് കൊടുക്കുന്നു. അതിന്റെ പേരിൽ ഈ പെൺകുട്ടി ജയിലിൽ പോയാൽ പോകട്ടെ എന്ന് നിസ്സംഗതനായി പറയുന്ന പാതിരി. ഇവൻ വിചാരിച്ചാൽ ആ പ്രശ്നം കോംപ്രമൈസ് ആകും. കുറേശ്ശെ അവളത് തിരിച്ചു തരുമെന്ന് അയൽക്കൂട്ടത്തിനോട് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. പകരം അവൾ ജയിലിൽ പോട്ടെ, അവൾ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയവളാണ് എന്ന് പറയുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ പാങ്ങില്ലാതെ, ആഹാരത്തിന് വഴി കണ്ടെത്താതെ, കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന പെൺകുട്ടിയെ അവൾ കണ്ടെത്തിയ ജോലിയിൽ നിന്ന് കൂടി നിഷേധിച്ചുകൊണ്ട് പാതിരിയാണ് അവളെ കൊന്നിട്ടുള്ളത്. ഗാർഹിക പീഡനത്തിന് അമ്മയ്ക്കും മകനുമെതിരെ കേസുണ്ട്. ആ അറസ്റ്റ് അതിനകത്ത് കൃത്യമായി നിയമ നടപടികൾ എടുത്ത് അവരെ 2നെയും പിടിച്ച് തുറങ്കിലടക്കുകയാണ് വേണ്ടത്. മാതൃകാപരമായി ശിക്ഷിക്കണം ഈ അമ്മയും മകനെയും. അതും പോരാതെ ഈ പാതിരിയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യേണ്ടത്. ആ പാതിരിയെ അറസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ആരും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ ആ പാതിരി മാത്രമാണ്. കള്ളപ്പാതിരി, മുത്തുച്ചിപ്പി പാതിരി. അവന് നല്ല കാമത്തവളയാണെന്ന് ഓർത്തോണം. ഇത്രയും കാമപ്രാന്തുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഈ പെൺകുട്ടികളെ കൺസിഡർ ചെയ്തതെന്ന് ചിന്തിക്കാവുന്നതിലേ ഉള്ളൂ. പള്ളിയിൽ അച്ഛൻ എന്ന പട്ടം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് നിങ്ങൾ അവരെ കൺസിഡർ ചെയ്യുന്നത്. ദൈവതുല്യരാണ് അവര്. ദൈവത്തിനെ പോലെ പെരുമാറണം. അതിന് പകരം സാത്താന്റെ സന്തതിയായിട്ട് പെരുമാറിയിരിക്കുന്ന ഈ വൃത്തികെട്ടവനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ക്യാമ്പയിനൊക്കെ ഞങ്ങളുടെ ടൈം ലൈൻ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും സിഗ്നേച്ചർ ഇടണം. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അവൻ നാട്ടിലെത്തണം. അവനെ അറസ്റ്റ് ചെയ്യണം. അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അവൻ ചെയ്ത ചെയ്ത്തിന് അവൻ ഇനി കുർബാന കൂടരുത്.
അവരിനി ഒരു കുർബാന എടുക്കരുത്, അവന്റെ കൂടെ ഒരാളും കൺഫെഷന് പോകരുത്, ഒരാളും ഒരു രീതിയിൽ അവരോട് സഹകരിക്കരുത്, ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തണം. ഇപ്പോ ശവസംസ്കാര ചടങ്ങുകളിൽ അതിന്റെ പൊതുദർശന വേദികളിലേക്ക് പോകില്ല എന്ന് നിശ്ചയിച്ച ആ നാട്ടുകാർക്ക് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ യുവമാരെ കുത്തിക്കഴം. ഇത് യുവമാർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് അല്ല, ഇതുപോലെ അവഹേളിക്കപ്പെടുന്ന വേദനിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസമാണെന്ന് ഓർത്തുകൊള്ളണം. നമ്മുടെ പിഞ്ച് പൈതലുകളെ നമ്മൾ വളർത്തുന്നത് എന്തിനാണ്? പൊന്നെ പൊത്തെ എന്ന് വളർത്തി 10-20 വയസ്സ് വരെ പഠിപ്പിച്ച് സ്വർണ്ണ രാജകുമാരിയെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ നമ്മൾ കെട്ടിക്കൊടുക്കുന്ന വല്ലവന്റെ വീട്ടിലെ കുണ്ടപ്പണിക്കാണെന്ന് ഓർത്തു നോക്കണം. നിങ്ങൾ കുണ്ടപ്പണിക്കാണോ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുന്നത്? അവർക്കൊരു ജീവിതം വേണ്ടേ? സ്വയം പര്യാപ്തരാക്കി കൊടുത്തിട്ട് പോലും അതുങ്ങളെ ജോലിക്ക് വിടാതിരിക്കുമ്പോൾ അത് അവിടുത്തെ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്ന നിങ്ങളെയല്ലേ അടിക്കേണ്ടത്? BSc നഴ്സിംഗ് വരെ പഠിച്ച പെൺകുട്ടി വീട്ടു ജോലി ചെയ്തു 12 വർഷം. ഈ അമ്മ അച്ഛനും എവിടെ പോയിരുന്നു? നിങ്ങളും ഇതിനകത്ത് തുല്യ ദുഃഖിതരും കുറ്റക്കാരാണ് നിങ്ങൾ. ആ പയ്യനെ വീണ്ടും ആ കുട്ടി ആ ശവശരീരം കാണാൻ അനുവദിക്കരുതായിരുന്നു. അവസാന നിമിഷം ആ കുട്ടി കിടന്ന് കരയുന്ന കണ്ടപ്പം ഭയങ്കര പ്രാണവേദന എല്ലാവർക്കും. പൊടി മോനല്ലേ, 14 വയസ്സായില്ലേ, ചെവി തുറന്നില്ലേ, പെറ്റ തള്ളയല്ലേ. ഇനിയും കേസ് കൊടുക്കാൻ അവൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കില്ലെന്ന് ആര് കണ്ടു? ആ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്ത തെറ്റെന്താണെന്ന് അവനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവനെ അറസ്റ്റ് ചെയ്ത് നാടകം, ജാമ്യത്തിൽ ഇറങ്ങിപ്പോകും, അത്രേ ഉള്ളൂ. ഇത് കൊലപാതകമാണ്. 3 കൊലപാതകങ്ങൾ അത് നടത്തിയിരിക്കുന്ന ഒരു പാതിരിയാണ്. ഇടവകയിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഇയാൾ ഒരു വലിയ ശത്രുവായി തന്നെ നിലകൊള്ളും. ഇന്ന് ഷൈനിയാണെങ്കിൽ അയാളുടെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം സഹോദരന്റെ മക്കളെയും ഭാര്യയും അയാൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അയാൾക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും വരിക എന്ന് ചെറുതായി ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. നിരന്തരമായി കുളങ്ങളിൽ പൊങ്ങുന്ന കന്യാസ്ത്രീമാർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം. എത്ര പേരായി? സിസ്റ്റർ അഭയ കേസ് എന്തായി? ആ കുടുംബത്തിലെ ഒരു കുട്ടി പോയി, അവർ കേസ് നടത്തി, എന്തായി? എല്ലാവർക്കും അറിയാം ആരാ ചെയ്തതെന്ന്, ആരാണ് ഇതിന്റെ പിന്നിലെന്നറിയാം. പക്ഷെ സഭാ നേതൃത്വങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഭയം. എത്ര നാൾ ഇങ്ങനെ ഭയന്ന് ജീവിക്കും? അവരുടെ പണബലത്തിന്റെ മുമ്പിലോ ആൾബലത്തിന്റെ മുമ്പിലോ? വാസവൻ MLA മാരൊക്കെ ഇവർ പറയുന്നതിനനുസരിച്ച് പോയി നിന്നു കൊടുക്കുകയാണ്. ചിലതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ പരിതാപകരം. സഹതാപം മാത്രമേ ഉള്ളൂ. ഇടവകയിലുള്ളവർ നിങ്ങളാണ് ശക്തർ. ഇത് ജനാധിപത്യം പോലൊരു ശിക്ഷനാണ്. ജനാധിപത്യ രാജ്യത്ത് പൗരന്റെ വാല്യൂ അറിയാത്തതുപോലെ ഒരു കാര്യമാണ് ഇടവകയിലുള്ള മെമ്പേഴ്സിന് അവരുടെ വാല്യൂ അറിയാത്തത്. നിങ്ങളുടെ പണത്തിലാണ് അവർ നിൽക്കുന്നത്. അവിടെ നടക്കുന്ന സർവ്വ സ്ഥാപനങ്ങളും നിങ്ങളുടെ പണമാണ്, നിങ്ങളുടെ ഡൊണേഷനാണ്. ഇവർക്ക് കൊടുക്കുന്ന ആഹാരം, ഇവർ കഴിക്കുന്ന ഉടുക്കുന്ന വസ്ത്രം ഉൾപ്പെടെ നിങ്ങളുടെ ദാനമാണ്, നിങ്ങളുടെ പിച്ചയാണ് അവർക്ക്. ആ പിച്ച വാങ്ങിച്ചിരിക്കുന്ന ഒരു പിച്ചക്കാരൻ എന്നുള്ള കൺസിഡറേഷനെ അവന്മാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കുർബാന കൂടാനും നിങ്ങളുടെ പ്രയറും കാര്യങ്ങളും നടത്താനും മൊത്തത്തിൽ ഒരു എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എക്സിക്യൂട്ടർ അത്രയേ ഉള്ളൂ അയാൾ. അതിനപ്പുറം ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവന്മാർ നിങ്ങളുടെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങുന്നത്. പള്ളിയിലച്ഛൻ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ കാര്യം നിശ്ചയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലും ബെഡ്റൂമിലും എന്ത് നടക്കണമെന്ന് നിങ്ങൾ നിശ്ചയിക്കണം. അതാണ് വേണ്ടത്. പകരം ഇവന്മാർക്കൊക്കെ ഇടം കൊടുത്തിട്ടാണ് ഇവന്മാർ ഇതുപോലെ സ്കോർ ചെയ്ത് പോകുന്നത്. ആ കുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് ഈ ഒരു അറസ്റ്റിൽ കൂടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിനകത്ത് എന്താ നീതി കിട്ടിയെന്ന് പറയുന്നത്? ആരാ പറയണേ നീതി? അവനെതിരെ ഓൾറെഡി ഗാർഹിക പീഡനത്തിന് കേസുണ്ട്, ആ തള്ളക്കെതിരെയും കേസുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഒരമ്മയെ 2 കുട്ടികളെയും വേറെ നിവർത്തിയില്ലാതെ മരണത്തിലേക്ക് തള്ളിയിടുന്നത് കൊലപാതകമല്ലേ? കൊല്ലയാണ് നടന്നിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് അയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയാണ് വേണ്ടത്. 498, 61 ഇതൊന്നുമല്ല സെക്ഷൻ. അയാൾക്കെതിരെ കൊടുക്കേണ്ടത് കൊലക്കുറ്റമാണ്. അയാൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് അവളെ കൊന്നുകളയാൻ വേണ്ടി. ആ 2 കുട്ടികളെയും കൊന്ന് സ്വയം മരിക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് ഈ കാമപ്രാന്ത് പിടിച്ച മുത്തുച്ചിപ്പി പാതിരിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തയ്യാറാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. എന്നെ ഈ പറയുന്ന പാതിരിയുടെ ഒരു ഫാമിലി മെമ്പർ വിളിച്ചിരുന്നു, ഞങ്ങളുടെ വീട്ടുപേര് പറയരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. ഞാൻ അയാളുടെ ഫോട്ടോ മാത്രം ഇവിടെ ചേർത്ത് വയ്ക്കുന്നു. അയാളാണ് ആളെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഈ കുട്ടിക്ക് സംഭവിച്ച ദുരന്തം ഇനി ആ ഇടവകയിൽ എന്നല്ല ഒരിടവകയിലും സംഭവിക്കുന്നതിന് നിങ്ങൾ ബലപ്പെടുക, ശക്തരാവുക എന്നുള്ളതാണ്. പലരും വന്ന് കമന്റിൽ എഴുതി വെക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാണ്. നിങ്ങളുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, നാട്ടുകാരുടെ കാര്യമല്ല. ഒരു കോമൺ മാനായി നിന്നുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ മതം അങ്ങടെ മതം, ഞങ്ങളുടെ മതത്തിലുള്ളവരൊന്നും ഇങ്ങനെ പോയി ട്രെയിനിന്റെ മുമ്പിൽ ചാടിച്ചാകുന്നില്ല നിവർത്തി കേടുകൊണ്ട്. അതിന് ആളുകൾ ഇടപെടുത്തും. അതാണ് രീതി, അത് അങ്ങനെ പാടുള്ളൂ. ഇനി ഞങ്ങളുടെ മതത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയായിരിക്കും. ഒരു പെൺകുട്ടിയും 2 മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നിവർത്തികേടിന്റെ പാരമ്യത, ജീവിക്കാൻ അനുവദിക്കാതെ. കോട്ടയത്തൊക്കെ എന്താ എക്സ്പെൻസ് എന്നറിയോ ജീവിക്കാൻ? ആ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ആ പെൺകുട്ടി ജീവിക്കാൻ നിവർത്തിയില്ലാതെ വേറെ വഴിയില്ലാതെ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. പാതിരി രക്ഷപ്പെട്ട് ആസ്ട്രേലിയയിൽ പോയി സുഭിക്ഷമായി തിന്നു കുടിച്ച് കിടക്കുന്നു. ആസ്ട്രേലിയയിലുള്ള ജനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് അവൻ വന്ന് കുർബാന തരണോ,
അവൻ പള്ളി വന്നാൽ നിങ്ങൾ പോവില്ലെന്ന് തീരുമാനിക്കണം. അവൻ ഇനി ചർച്ചിൽ വന്നാൽ നിങ്ങൾ പോകുന്നില്ല അവിടേക്ക്. ഇപ്പോ ശവസംസ്കാരത്തിന് അവളുടെ വീട്ടിൽ അവന്റെ വീട്ടിലേക്ക് പോകില്ല എന്ന തീരുമാനം നിങ്ങൾ ഇവനെതിരെയും എടുക്കുക തന്നെ വേണം. ഇവന്റെ പട്ടം എടുത്ത് ദൂരെ കളയണം. അവൻ മുത്തിച്ചിപ്പി നോക്കിക്കൊണ്ട് വീട്ടിയിരിക്കട്ടെന്നേ. അത് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാത്തിടത്തോളം നിങ്ങളാണ് പരാജിതരെന്ന് ഞാൻ പറയും. നന്ദി.